രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾ സ്പോർട്സ് ലീഗുകളിൽ പണമെറിഞ്ഞ് ലാഭം വാരിക്കൂട്ടുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസും ടാറ്റ ഗ്രൂപ്പും തുടങ്ങി ഒരുപിടി കോർപ്പറേറ്റ് കമ്പനികൾ IPL-ലും ഐ ലീഗിലും ടീമുകളെ സ്വന്തമാക്കി രംഗത്തുണ്ട്. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ ഇന്ത്യൻസിന്റെ വരുമാനം ഇത്തവണ 737 കോടി രൂപയാണ്. 49 കോടി രൂപയുടെ നഷ്ടമായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഇത്തവണ ലാഭം 110 കോടി രൂപയായി. പ്രമുഖ മദ്യനിർമ്മാതാക്കളായ യുണൈറ്റഡ് സ്പിരിറ്റാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഉടമസ്ഥർ. അവർ നേടിയത് 163% വരുമാന വർധനയാണ്. വരുമാനം 650 കോടി രൂപയായി ഉയർന്നു. അറ്റ ലാഭം 222 കോടിയും. IPL-ലെ ടീമുകളെല്ലാം ലാഭത്തിലെത്തിയെങ്കിൽ ഫുട്ബോൾ ലീഗിൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ. റിലയൻസിന്റെ ഉടമസ്ഥയിലുള്ള ISL-ൽ ഒട്ടുമിക്ക ടീമുകളും നഷ്ടത്തിലാണ്. JSW, ടാറ്റ, ഗോയങ്കെ ഗ്രൂപ്പ് എന്നിവർക്കെല്ലാം ഫുട്ബോൾ ലീഗിൽ ടീമുകളുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ജംഷഡ്പൂർ FC മാത്രമാണ് ലാഭത്തിലുള്ളത്. അതാകട്ടെ വെറും 2 കോടി രൂപ മാത്രവും. ടാറ്റയുടെ ടീമിന്റെ ആകെ വരുമാനം 59 കോടി രൂപയിൽ ഒതുങ്ങുന്നു. ചെലവ് ഉയരുന്നതിനനുസരിച്ച് വരുമാനം കൂടുന്നില്ലെന്നതാണ് ഫുട്ബോൾ ടീമുകൾ നേരിടുന്ന പ്രതിസന്ധി. ISL-ന്റെ ഉടമസ്ഥരായ റിലയൻസിന് ഒരു ടൈറ്റിൽ സ്പോൺസറെ നേടാൻ പോലും സാധിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ്.